ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കായ ചിപ്സാണ്. നമ്മൾ സദ്യക്ക് ഇലയിൽ വിളമ്പുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഇത് നമുക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിപ്സാണിത്. ഇപ്പോൾ സദ്യക്ക് തന്നെയല്ല, അല്ലാണ്ട് നമുക്കിതുപോലെ പച്ചക്കായ മേടിച്ചിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ചിപ്സ് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 3 പച്ചക്കായാണ് എടുത്തേക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള പച്ചക്കായാണ്. നമുക്ക് സദ്യക്കൊക്കെ വിളമ്പാനാകുമ്പോൾ ഇത്രയൊക്കെ മതിയാകും. ഇനി ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കണം. വൃത്തിയാക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു പുളിയുള്ള പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പച്ചക്കായ ഇനി തൊലിയെല്ലാം പൊളിച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിലേക്ക് ഇടാനാണ്. ചില കായയുടെ പുറത്ത് കറയുണ്ടാവും, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ മഞ്ഞൾ വെള്ളം എടുത്തത്. ഇനി ഇത് ക്ലീൻ ചെയ്യാം. കായ മുറിക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എന്നാ വെച്ചാൽ പച്ചക്കായ്ക്ക് നല്ല കറയാണ്, കൈ കറക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണ തേക്കുന്നത്. എണ്ണ തേച്ച് കഴിഞ്ഞാൽ കയ്യിലൊന്നും കറയൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ ഈ മോൾവശവും ഈ താഴ്വശവും ആദ്യം ഒന്ന് കളയാം. കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ പുറത്ത് കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഇതൊന്നിങ്ങനെ അകത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊളിഞ്ഞു വരും. ഇതുപോലെ ഈ തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ തൊലി വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. തോരനോ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഏത്തപ്പഴത്തിൻ്റെ കായ തന്നെ വേണം കേട്ടോ. വേറെ പച്ചക്കായ യൂസ് ചെയ്യരുത്. നമ്മൾ കടയിൽ പൊന്തങ്കായൊക്കെ മേടിക്കാൻ കിട്ടും, തോരനൊക്കെ വെക്കുന്ന, അത് മേടിക്കരുത് കേട്ടോ. ഇതാ ഇതുപോലെ ആക്കിയതിന് ശേഷം ഈ മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള കറയൊക്കെ നന്നായിട്ട് പൊക്കോളും. ഇതുപോലെ ആ 3 പൊളിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ആ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടേക്കണം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മളെ കറ വന്ന് നിൽക്കുന്നതുണ്ടോ, ഇങ്ങനെ പൊടി പൊടി പോലെ. ഇനി ഇതൊന്ന് നമുക്ക് എടുക്കാം. ഇതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കണം. ഇതിൻ്റെ പുറത്തുള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അതെന്തെങ്കിലും കിച്ചൺ ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് തുടച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണ പൊട്ടിത്തെറിക്കും. ഇതുപോലെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ കുഞ്ഞായിട്ടൊന്ന് അരിയണം. ഇത് നമുക്ക് വട്ടത്തിലോ അല്ലെങ്കിൽ 4ആയിട്ട് കീറിയിട്ടോ എങ്ങനെ വേണമെങ്കിലും അരിയാം കേട്ടോ. ഞാനിത് സദ്യക്ക് വിളമ്പാനായതുകൊണ്ട് ഇത് 4ആയിട്ട് കീറിയിട്ടാണ് അരിയണത്. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിയാം. അധികം കനം കുറയാനും പാടില്ല, കനം കൂടാനും പാടില്ല. ആ ഒരു പരുവത്തിലാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത്. ഞാൻ 4ആയിട്ട് കീറിനെയാണ്. അതിനുശേഷം വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അരിയാൻ പാടാണെന്നുണ്ടെങ്കിൽ പച്ചക്കറി ഗ്രേറ്റ് ചെയ്യുന്ന ഇതുണ്ടല്ലോ, അത് വെച്ചിട്ട് ആക്കിയാലും മതി. ഈ പച്ചക്കായ ഫുള്ളായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് അരിഞ്ഞേക്കണത്. നിങ്ങൾക്ക് കായ അരിയുന്ന ആ ബോർഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അരിഞ്ഞാലും മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് എല്ലാം ഒരേ അളവിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ 4ആയിട്ട് ഒരു പച്ചക്കായ 4ആയിട്ട് മുറിച്ചിട്ടാണ് അരിഞ്ഞിട്ടേക്കണത് കേട്ടോ. അതല്ല ഇങ്ങനെ വേണ്ട വട്ടത്തിൽ അരിയണമെന്ന് വെച്ചാൽ അങ്ങനെ അരിയാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. ഇത് അരിഞ്ഞപ്പോൾ തന്നെ അത് ഈ ഒരു ബൗള് നിറച്ചുണ്ട്. ഇതിപ്പോൾ ഇത് വറുത്തുമ്പോൾ ഒരുപാടുണ്ട്. ഇത് ഈ 3 പച്ചക്കായ വെച്ച് അരിഞ്ഞപ്പോൾ തന്നെ നല്ല അത്യാവശ്യമുണ്ട് കേട്ടോ. ഇനി കായ വറക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം നിർബന്ധമില്ല. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. ഒന്ന് നമുക്കൊരു ചെറിയ പീസ് ഇട്ട് നോക്കാം എണ്ണ ചൂടായോ എന്ന്. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ എണ്ണയിലേക്ക് ഉപ്പിട്ട് കൊടുക്കണേണ്. ഇതിലേക്ക് ഞാൻ വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കത്തില്ല. ചിലർ വറുത്തതിന് ശേഷം ഉപ്പ് വെള്ളം തളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നിയിരിക്കുന്നത് ഈ ഒരു മെത്തേഡിലാട്ടോ. എണ്ണ നല്ലപോലെ ചൂടായി കിടക്കുവാണ്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിട്ട് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കായ ഇട്ട് കൊടുക്കാം.
കായ ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ ഇളക്കാൻ പാടില്ല കേട്ടോ. ഒരു 5 സെക്കൻഡ് അങ്ങനെ തന്നെ കിടന്നോട്ടെ. അതിന് ശേഷം മാത്രമേ നമ്മളിത് ഇളക്കാൻ പാടുള്ളൂ. എന്നാ വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കുഴഞ്ഞു പോകും. ഇതാ ഇപ്പോൾ ഒരു 5 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്നത് പിടിച്ചു കൊടുക്കാം. ഇതുണ്ടോ, അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഒരു കട്ടയായിട്ടായിരിക്കും കിടക്കുന്നത്. പിന്നെ നമ്മളിതിങ്ങനെ ആക്കുമ്പോൾ അത് വിട്ട് വിട്ട് വരും. ഇങ്ങനെയാണത് കായ ചിപ്സ് വറുക്കേണ്ടത്. ഇനി ഇത് നല്ലൊരു മൂക്കെ വറുത്തെടുക്കണം. അപ്പോൾ മൂക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിങ്ങനെ എണ്ണയിൽ കിടന്നതിനെ കിളിങ്ങണ, നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഒരു കിളിങ്ങുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങും. അതുപോലെ ഇളക്കുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും അത് ഒരു മുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഇതിൻ്റെ അകത്ത് ഒരുപാട് കായ ഇടണ്ട, കുറച്ച് കുറച്ചിട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഒരുപാട് കിടന്നു കഴിഞ്ഞാലും ഇത് കുഴഞ്ഞു പോകും. ഇത് മൂത്ത് വരാൻ വേണ്ടിയിട്ട് തീ ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ഹീറ്റിൽ തന്നെ കിടന്ന് വേണം ഇത് നല്ലതായിട്ട് മൊരിഞ്ഞ് വരാനായിട്ട്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറം ക്രിസ്പി ആവുള്ളൂ, ഉള്ളു വേഗത്തില്ല. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ ഇടുമ്പോൾ ഓരോ നല്ലപോലെ പത ഉണ്ടാകും. അതിൻ്റെ പതയൊക്കെ പോയി ഇപ്പോൾ അതിങ്ങനെ ചുമ്മാ ഇങ്ങനെ കിടക്കുക. അപ്പോൾ അതുപോലെ ഇത് ഇളക്കുമ്പോൾ ഇങ്ങനെ കിളിങ്ങണ പോലെ സൗണ്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല മഞ്ഞ കളറുമാണ്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുണ്ടോ സൗണ്ട് കേട്ടോ. ഇനി ഇത് ഒരു കിച്ചൺ ടൗലിലേക്കോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ മുകളിലോട്ടോ ഇത് ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ആ എണ്ണയൊക്കെ പോയി കഴിയുമ്പോൾ അതൊരു ടിന്നിലേക്ക് മാറ്റാം. ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിനെ ഒരു ടിന്നിലേക്ക് മാറ്റണം കേട്ടോ. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്തു പോകുന്നത്. ഇപ്പോൾ ഞാൻ ആ കായ ചിപ്സ് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു ടിന്നിലാക്കി വെച്ചിരിക്കാം കേട്ടോ. ഒരു വലിയൊരു ടിന്നാണ്. ആ ടിന്നിൽ ഇത് ഇത്രയുണ്ട്. നല്ല ക്രിസ്പിയാണ്. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് നല്ല ക്രിസ്പിയാണിത്. ആ 3 കായ വെച്ചാൽ എനിക്ക് ഇത്രയും കായ ചിപ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി മെനക്കെടാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കായ ചിപ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാം. ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.